മനമകലെ എന്ന ആൽബത്തിൽ ഓർമ്മകൾ നഷ്ടപ്പെട്ട ഒരമ്മയുടെ വേഷം ചെയ്ത ശൈലജയെ ആർക്കും മറക്കാനിടയില്ല. ഇപ്പോൾ അമ്മയറിയാതെ എന്ന പരമ്പരയിൽ വിനീതിൻ്റെ പാവം അമ്മയുടെ റോൾ ചെയ്യുന്നത് ശൈലജയാണ്. ശൈലജയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് എപ്പോഴും വളരെ താല്പര്യം തന്നെയായിരുന്നു. ശൈലജ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാ പേരുടെയും പ്രിയപ്പെട്ട കൊട്ടാരക്കരയുടെ ഇളയ മകളാണ്. സായികുമാറിൻ്റെ സഹോദരിയും. കൊട്ടാരക്കരയുടെ ഏറ്റവും ഇളയ മകളാണ് ശൈലജ. ജയശ്രീ, ഗീത, ലൈല, ശോഭാമോഹൻ, കല, സായികുമാർ, ബീന എന്നിവരാണ് മൂത്ത സഹോദരങ്ങൾ. മൂത്ത ചേച്ചിയുടെ മക്കളും ഞാനുമൊക്കെ ഏകദേശം ഒരു പ്രായമായതുകൊണ്ട് തന്നെ അച്ഛൻ്റെ കൊച്ചുമകളാണ് എന്ന് ഞാനെന്ന് എല്ലാ പേരും കരുതുമെന്ന് ശൈലജ മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു. ഇത്രയുമൊക്കെ അഭിനയ പാരമ്പര്യമുള്ള ഒരു കുടുംബമായിട്ടും ശൈലജയ്ക്ക് അഭിനയത്തിലേക്ക് വരാൻ ആദ്യമൊന്നും യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. ഇപ്പോൾ അഭിനയത്തിലേക്ക് ശൈലജ വന്നതും സാധാരണ എല്ലാ താരങ്ങളെയും പോലെ ആദ്യമായി ഓഡീഷനിലൂടെ തന്നെയായിരുന്നു. അതിനുശേഷമാണ് കൊട്ടാരക്കരയുടെ മകളാണ് എന്ന് പോലും മറ്റുള്ളവർ അറിയുന്നത്. അഭിനയത്തിൽ യാതൊരു താല്പര്യവും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ശൈലജ. നന്നായി പഠിക്കണമെന്നും ഒരു ജോലി വാങ്ങണമെന്നും മാത്രമായിരുന്നു ചിന്ത. പഠിക്കുന്ന സമയത്ത് ഒരു നാടകത്തിൽ പോലും താരം അഭിനയിച്ചിട്ടില്ല. വീട്ടിൽ ആളുകളൊക്കെ വരുമ്പോൾ എപ്പോഴും ക്യാമറയുടെ മുന്നിൽ നിന്നും ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി. ആ വ്യക്തി തന്നെയാണ് ഇപ്പോൾ അഭിനയത്തിലേക്ക് എത്തിയിരിക്കുന്നതും. വർഷങ്ങളായി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ രംഗത്താണ് താരം വർക്ക് ചെയ്യുന്നത്. ട്രാവൻകൂർ മെഡിക്കൽ കോളേജ്, SUT സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലൊക്കെ താരം വർക്ക് ചെയ്തിരുന്നു. ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്ത സമയത്താണ് നടൻ മുകേഷിന്റെ സഹോദരി സന്ധ്യാമോഹൻ സീരിയലിലേക്ക് ക്ഷണിച്ചത്. അന്ന കരീന എന്ന സീരിയലിൽ ഗസ്റ്റ് അപ്പിയറൻസ് ആയിരുന്നു അന്ന് താരത്തിന് ലഭിച്ചത്. അച്ഛൻ്റെ മോളാണ് എന്നുള്ള ധൈര്യം തന്നെയായിരുന്നു അഭിനയത്തിലേക്ക് എത്താൻ താരത്തിന് കരുത്തായി മാറിയതും. അച്ഛൻ്റെ ഓർമ്മകളെക്കുറിച്ചും താരം പറയുന്നുണ്ട്. അച്ഛൻ വീട്ടിലെത്തുന്ന സമയത്തൊക്കെ എത്രയൊക്കെ കിടന്നുറങ്ങിയാലും മക്കളെ വിളിച്ചുണർത്തി സമ്മാനങ്ങൾ നൽകുന്ന സ്വഭാവമായിരുന്നു അച്ഛൻ്റേത് എന്നാണ് താരം പറയുന്നത്. വീട്ടിലുണ്ടെങ്കിൽ അച്ഛൻ എപ്പോഴും കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ പതിവായി തൊഴാൻ പോകുമെന്നും താരം ഓർക്കുന്നു. അവിടുത്തെ ഉണ്ണിയപ്പം തനിക്ക് വലിയ ഇഷ്ടമാണെന്നും ശൈലജ പറയുന്നുണ്ട്. ശൈലജയ്ക്ക് 12 വയസ്സുള്ള സമയത്താണ് അച്ഛൻ മരിക്കുന്നത്. രാവിലെ അമ്പലത്തിൽ പോയി വന്ന വഴിക്ക് ഒന്ന് വീഴുകയായിരുന്നു. ആ സമയത്ത് തല ചെടിച്ചട്ടിയിൽ ഇടിച്ചിരുന്നു. അപ്പോൾ ദേഹാസ്വാസ്ഥ്യങ്ങളൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. വൈകിട്ട് ബുദ്ധിമുട്ടുകൾ തോന്നി ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടെന്നുള്ള കാര്യം അറിയുന്നത്. അതിനുശേഷമാണ് അച്ഛൻ മരിക്കുന്നതെന്നും അച്ഛൻ പോയിട്ടിപ്പോൾ 34 വർഷമായെന്നും താരം ഓർക്കുന്നു. അമ്മയെക്കുറിച്ചും താരം ഓർമ്മകൾ പങ്കുവയ്ക്കുന്നുണ്ട്. പെൺമക്കൾ അഭിനയത്തിലേക്ക് പോകുന്നത് അച്ഛനും അമ്മയ്ക്കും വലിയ താല്പര്യമില്ലായിരുന്നു. പെൺമക്കൾ ജോലിക്ക് പോകുന്നത് പോലും അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. വിവാഹം കഴിഞ്ഞ് ഭർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ജോലിക്ക് പോയിക്കോ എന്നാണ് അമ്മ എപ്പോഴും പറഞ്ഞിരുന്നത്. തങ്ങളുടേത് ഒരു പാവം അമ്മയായിരുന്നു എന്നാണ് ശൈലജ പറയുന്നത്. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ ആരോടും പരാതിയും പരിഭവവും ഇല്ലാതെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു വ്യക്തി. അമ്മ പക്ഷേ കുഞ്ഞുങ്ങളെ കൊണ്ട് നടന്നതുപോലെയാണ് ഞങ്ങൾ മക്കളെ അമ്മ കൊണ്ട് നടന്നതെന്നും ശൈലജ ഓർക്കുന്നുണ്ട്. ഈ ഇടയ്ക്കാണ് ശൈലജയുടെ അമ്മ മരിക്കുന്നതും. അതിനുശേഷം സിനിമയിലെത്തിയതിനെക്കുറിച്ചും താരം പറയുന്നുണ്ട്. ഒരു താത്വിക അവലോകനം എന്ന സിനിമയുടെ ഓഡീഷൻ കൊട്ടാരക്കര വച്ചാണ് നടത്തിയത്. തൻ്റെ ചേച്ചിയുടെ മകളാണ് തനിക്ക് വേണ്ടി അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തതെന്നും താരം വ്യക്തമാക്കുന്നു. സീരിയലിൽ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ അഭിനയം തനിക്ക് വഴങ്ങുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടായി തുടങ്ങി. അങ്ങനെയാണ് അവിടെ എത്തുന്നത്. മണിയൻപിള്ള രാജുവിൻ്റെ മകൻ നിരഞ്ജന്റെ അമ്മ വേഷമാണ് സിനിമയിൽ ലഭിച്ചത്. നാട്ടിൻ പുറത്തുകാരി അമ്മയുടെ റോൾ. സിനിമയിലെ അണിയറക്കാരെല്ലാം തന്നെ വലിയ പിന്തുണയാണ് നൽകിയതെന്നും ശൈലജ പറയുന്നുണ്ട്. അതിനുശേഷം റോഷൻ ആൻഡ്രൂസ് ദുൽഖർ സിനിമയായ സല്യൂട്ടിൽ അഭിനയിച്ചു. അവിടെയും ഓഡീഷന് പോയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് സിദ്ധി എന്ന സിനിമയിലും അഭിനയിച്ചു എന്നും 3 സിനിമയും റിലീസിന് തയ്യാറെടുക്കുന്നു എന്നും താരം പറയുന്നുണ്ട്. ഒപ്പം അമ്മയറിയാതെ എന്ന സീരിയലിലും പ്രണയവർണ്ണങ്ങൾ എന്ന സീരിയലിലും താരം ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. താത്വിക അവലോകനത്തിന്റെ ഫോട്ടോഷൂട്ടിലൂടെ താരത്തിന് മോഡലിംഗ് രംഗത്തും അവസരം ലഭിച്ചു. ഇപ്പോൾ മഹാലക്ഷ്മി സിൽക്സിന്റെ ബ്രാൻഡ് മോഡലാണ് താരം. ഇപ്പോൾ ആലോചിക്കുമ്പോൾ നേരത്തെ എത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല വേഷങ്ങൾ ചെയ്യാമായിരുന്നു എന്ന് തോന്നാറുണ്ടെന്നും താരം വ്യക്തമാക്കുന്നു. എങ്കിലും നിരാശയൊന്നുമില്ലെന്നും അമ്മ വേഷങ്ങളിൽ തളയ്ക്കപ്പെടാതെ വ്യത്യസ്തമായ റോളുകൾ ചെയ്യണമെന്ന ആഗ്രഹമെന്നും താരം പറയുന്നു. ഒപ്പം അച്ഛൻ്റെയും അണ്ണൻ്റെയും പേരിന് കളങ്കം വരുത്താതെ മുൻപോട്ട് പോകണമെന്നും പ്രാർത്ഥനയുണ്ടെന്നും ശൈലജ വ്യക്തമാക്കുന്നു. ഭർത്താവും മക്കളുമാണ് അഭിനയ രംഗത്തേക്ക് ഇറങ്ങാൻ ഏറ്റവും പ്രോത്സാഹനം നൽകിയതെന്നും താരം പറയുന്നുണ്ട്. ഭർത്താവ് കൃഷ്ണകുമാർ നീലഗിരീസ് ഗ്രൂപ്പിന്റെ റീറ്റെയിൽ വിഭാഗം മേധാവിയാണ്. മൂത്ത മകൻ ശ്രീചന്ദ് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി സ്വകാര്യ ആശുപത്രിയിൽ IT വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. ഇളയ മകൻ സായി കൃഷ്ണ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സായി സല്യൂട്ടിൽ ചെറിയൊരു വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും താരം പറയുന്നു.